ഹലോ ഗൈസ്, അങ്ങനെ നീണ്ട 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞാൻ ദാ ഈ 2026 പൊങ്കാലയിടാൻ പോയിട്ടുണ്ട്. 4 വർഷത്തെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഈ 4 വർഷവും കഴിഞ്ഞ 4 വർഷം ഞാൻ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴും എനിക്ക് പറ്റിയിട്ടില്ല. എപ്പം ഞാൻ ഇറങ്ങിയാലും എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സമോ ബുദ്ധിമുട്ടോ എനിക്ക് വന്ന് നിൽക്കും മുമ്പിൽ. അപ്പോൾ അതങ്ങനെ പറ്റിയിട്ടില്ല. അങ്ങനെ ഇപ്രാവശ്യം ഞാൻ പൊങ്കാലയിടാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. നമ്മളിങ്ങനെ കാത്തിരുന്നൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം. അപ്പോൾ അങ്ങനെ ഞാൻ പൊങ്കാലയ്ക്ക് അമ്മയ്ക്ക് കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര ചെത്തിയും നമ്മുടെ ഈ തെരളിയുടെ ഇലയൊക്കെ ഒന്ന് കോട്ടി കൊടുക്കുന്നുണ്ട്. അപ്പം അവരതിൻ്റെ തത്രപ്പാടിൽ ഇരിക്കവേ ഞാനും പൊന്നും നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി. പറയാതിരിക്കാൻ വയ്യ, ഞാൻ ഇതുവരെ പോയി അവിടെ തൊഴുതതിൽ ഇന്നലെ, അതായത് പൊങ്കാലയുടെ അന്നാണ് ഇത്രയും ആളില്ലാതെ സമാധാനത്തിൽ നമുക്ക് പയ്യെ റിലാക്സ് ചെയ്ത് പോയി തൊഴുത് വരാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കണ്ടത് അന്നാണ്. ഒട്ടും ആളില്ലാതെ നമുക്ക് പോയി റിലാക്സ് ചെയ്ത് തൊഴുത് ഭഗവാനെ കണ്ടിട്ട് തിരിച്ച് വരാം. അപ്പോൾ അങ്ങനെ കയറി തൊഴുത് തിരിച്ച് വന്നപ്പോഴത്തേക്കും ഇതാണ് അവസ്ഥ. കിഴക്കേക്കോട്ട ഫുൾ ഒരു 1.25 മണിക്കൂറത്തേക്ക് ഈ പുകയായിരുന്നു. പുക കൊണ്ട് നിറഞ്ഞ അവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പൊങ്കാലയൊക്കെ ഇട്ട് 3 ഐറ്റമാണ്, തെരളിയും മണ്ടപ്പറ്റും നോർമൽ പായസവും ഒക്കെ. അപ്പം ഇതിൻ്റെ ഇടയിലുള്ള ബ്രേക്ക് സമയങ്ങളിൽ ഞങ്ങൾ 4 പേരും കൂടെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നുണ്ട്. അപ്പം ഒട്ടുമിക്ക എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്ന് തോന്നുന്നു, പൊങ്കാലയിടാൻ വരുന്നവർ എല്ലാം ഓൾമോസ്റ്റ് ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങും ഉച്ചയ്ക്ക് കഴിച്ചിട്ട്. അപ്പം അമ്മ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നുമുണ്ട്, സാധനം ആയാൽ ഇനി തീ വേണോ, ഇനി അടുത്തതൊക്കെ ഓരോന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുന്നുമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിഴക്കേക്കോട്ട സ്റ്റാൻഡിൻ്റെ ആ ഒരു സൈറ്റിലാണ് ഞങ്ങൾ കയറി റെസ്റ്റ് ചെയ്തത്. അപ്പോൾ അമ്മ വീണ്ടും പോകേണ്ട ഒരു മണിക്കൂറിൽ അമ്മ ഒരു 4-5 വട്ടം പോയിരുന്ന് നോക്കും, അതിന് തീ വേണോ, വെന്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി നോക്കും. അപ്പോൾ ആൾ എപ്പോഴും തീയിട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ പോയിരുന്നിട്ട്. അങ്ങനെ ഞങ്ങൾ പൊങ്കാലയൊക്കെ ഇട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പൊങ്കാല വ്ളോഗ്. ബൈ.